പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ജൂലൈ മാസം 28-ാം തീയതി കൈത്താക്കാലത്തിന്റെ 4-ാമത്തെ ഞായറാഴ്ചയാണ്. വളരെ പ്രത്യേകമായി ഭാരതസഭയുടെ ആദ്യ വിശുദ്ധ പുത്രി വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ സഭയിലാകമാനം ആചരിക്കുന്ന തിരുനാളാണ്. നമ്മുടെ ഇടയിൽ ജീവിച്ച്, നമ്മുടെ കാലത്ത് ജീവിച്ച്, ഈ കാലത്തും വിശുദ്ധരാവാൻ സാധിക്കും എന്ന് നമ്മളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ച നമ്മുടെ ഈ ജ്യേഷ്ഠ സഹോദരിയുടെ വലിയ തിരുനാളിൽ, ഈ വലിയ വിശുദ്ധയുടെ ഓർമ്മ തിരുനാളിൽ ഈ പുണ്യവതി വിശുദ്ധ അൽഫോൻസാമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആദ്യമേ ആശംസിക്കുന്നു. ഇന്ന് കൈത്താക്കാലം 4-ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദ്യം. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി, നല്ല രത്നങ്ങൾ തേടുന്ന ഒരു വ്യാപാരി, അതുപോലെ മത്സ്യങ്ങൾ, എല്ലാത്തരം മത്സ്യങ്ങളിലും കിട്ടാനായി കടലിലേക്ക് എറിയപ്പെട്ട ഒരു വല. ഈ 3നെയും കുറിച്ച് ഈശോ പറഞ്ഞ ഉപമയും അതിന്റെ ആന്തരിക അർത്ഥത്തിന്റെ ധ്യാനവുമാണ് ഇന്നത്തെ സുവിശേഷ വിചിന്തനം. നിധി കിട്ടിയ കർഷകനും രത്നം കിട്ടിയ വ്യാപാരിക്കും ഇതുവരെ അവരുടെ വയലും കയ്യിലുണ്ടായിരുന്ന മറ്റ് വില കുറഞ്ഞ രത്നങ്ങളും വലിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. കാരണം ആ വയൽ അവർക്ക് നല്ല വിളവിന്റെ സന്തോഷം നൽകി. കയ്യിലുണ്ടായിരുന്ന ചെറിയ രത്നങ്ങൾ വ്യാപാരം ചെയ്തപ്പോൾ ചെറിയ ലാഭങ്ങൾ അതിൽ നിന്ന് ഈ രത്നവ്യാപാരിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വലിയ നിധിക്ക് മുമ്പിൽ, വലിയ രത്നത്തിന് മുമ്പിൽ ഈ ചെറിയ ലാഭങ്ങൾ ഒന്നുമല്ലാതായി എന്നവർ തിരിച്ചറിയുന്നു. അതെല്ലാം ഈ വലിയ വിലയുടെ നിധിയുടെ രത്നത്തിന്റെ മുമ്പിൽ വില കുറഞ്ഞ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവരതെല്ലാം വിറ്റ് ഈ ഒരേ ഒരു രത്നം, ഒരേ ഒരു നിധി കണ്ടെത്താൻ വേണ്ടി അവരുടെ വയൽ വിൽക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന രത്നങ്ങളെല്ലാം, ചെറിയ സന്തോഷങ്ങളെല്ലാം വിൽക്കുന്നു, വേണ്ടത് വയ്ക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന വയലും സൗഹൃദ ബന്ധങ്ങൾ നൽകിയിരുന്ന ചെറു രത്നങ്ങളുടെ സന്തോഷവും അതിൻ്റെ കച്ചവടവുമെല്ലാം ഈശോ എന്ന വിലമതിക്കാനാവാത്ത സന്തോഷം തരുന്ന വലിയ നിധിക്കും ഏറ്റവും വലിയ സൗഹൃദ ബന്ധത്തിന്റെ രത്നത്തിനു മുമ്പിൽ ബാക്കി ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഭൗതിക സന്തോഷങ്ങളും സുഹൃത് ബന്ധത്തിന്റെ സുഖങ്ങളും ഒക്കെ ഒന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നല്ലോ, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം? ആത്മാവെന്ന നിധിയെ, രത്നത്തെ കണ്ടെത്തണമെന്ന് ഈശോ പറയുമ്പോൾ ഈ വചനം നമുക്ക് മറ്റൊരു രീതിയിൽ ഒരുപക്ഷെ ഇങ്ങനെ വായിക്കാം: ഈ ലോകം മുഴുവൻ നേടിയില്ലെങ്കിലും ആത്മാവിനെ നഷ്ടമാക്കാതിരുന്നാൽ നീ എല്ലാം നേടി. ആത്മാവിനെ കണ്ടെത്തിയാൽ നീ എല്ലാം നേടി. അതാണ് ആ വചനത്തിന്റെ മറുവശം. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, നമുക്കിപ്പോൾ ചില വയലുകളുണ്ട്, ചില സന്തോഷങ്ങളും ചില വിളവുകളും ചില നേട്ടങ്ങളും ഒക്കെ തരുന്ന വയലുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭൗതികമായ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളാവാം, നമ്മുടെ ശരീരത്തിന്റെ സുഖം സന്തോഷമൊക്കെ ആവാം, അല്ലെങ്കിൽ ചില രത്നങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, ചെറുത്, സൗഹൃദങ്ങളുടെയും സ്നേഹത്തിന്റെയും നല്ല ബന്ധങ്ങളുടെയും ഒക്കെ. പക്ഷെ അതെല്ലാം ഈശോ എന്ന നിധിയെയും രത്നത്തെയും കാണുമ്പോൾ വില കുറഞ്ഞതാണ് എന്ന് നമുക്ക് ബോധ്യം വരണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. 3ാമത്തെ ഇമേജറി ഇന്ന് സുവിശേഷത്തിലുള്ളത് കടലിൽ എറിയപ്പെട്ട വലയാണ്. കടലിൽ എറിയപ്പെട്ട വലയെ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായി വ്യാഖ്യാനിച്ചെടുക്കാം, മനസ്സിലാക്കിയെടുക്കാം. എങ്ങനെയാണത്? തിരുവചനം പറയുന്നു, എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലേക്ക് എറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണത്. ഈ വല എല്ലാത്തരം മത്സ്യങ്ങളെയും, എല്ലാത്തരം കാഴ്ചപ്പാടുകളെയും, ചിന്തകളെയും, സംസാരങ്ങളെയും, വിചാരങ്ങളെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വല ശേഖരിച്ചു കൊണ്ടുവരുന്നു. പക്ഷെ അതിനുശേഷം എന്ത് എന്നുള്ളതാണ് സുവിശേഷം പ്രധാനപ്പെട്ടതായി പറയുന്നത്. അതിനുശേഷം വല നിറഞ്ഞു കഴിയുമ്പോൾ അത് വലിച്ച് കരയ്ക്ക് കയറ്റി അവിടെ ഇരുന്നൊരു വേർതിരിക്കൽ പ്രക്രിയ അവർ നടത്തുന്നുണ്ട്. നല്ല മത്സ്യങ്ങളെ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചീത്തയായവയെ കടലിലേക്ക് തന്നെ എറിയുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു.
നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ഒരു ആത്മശോധനയാണ് ഓരോ ദിവസവും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രധാനമായും എപ്പോഴും നടക്കേണ്ടത്. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും ഒക്കെ നമ്മുടെ മനസ്സെന്ന തീരത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഇരുന്ന് നമ്മൾ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ആത്മശോധന നടത്തി ഇതിലേതാണ് നല്ലത്, ഇതിലേതാണ് നല്ലതല്ലാത്തത്, ചീത്തയായത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തിരിച്ച് ആ കടലിലേക്ക് തന്നെ, ലോകത്തിലേക്ക് തന്നെ വിട്ടിട്ട് പോരാൻ നമുക്കൊരു മനസ്സുണ്ടാവണം. ചീത്ത മത്സ്യങ്ങളെ ഒരിക്കലും പാത്രങ്ങളിൽ ശേഖരിക്കാൻ പാടില്ല. ആത്മാവാകുന്ന പാത്രത്തിലേക്ക് നല്ല മത്സ്യത്തെ, നല്ല കാര്യങ്ങളെ മാത്രം ശേഖരിക്കണം. അതാണ് നമ്മുടെ ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാന നമ്മളെ ശക്തരാക്കുന്നത്. അതിനാണ് നമ്മുടെ ധ്യാനങ്ങൾ, നമ്മുടെ ആത്മശോധന, നമ്മുടെ പ്രാർത്ഥന ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. ഈ ഒരു തരംതിരിക്കൽ നടത്തുന്നതിനുള്ള കഴിവ് കിട്ടുന്നതിന് വേണ്ടിയാണ്. സുവിശേഷം തുടർന്ന് പറയുന്നു, അവസാനം സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീരുന്ന നിയമജ്ഞൻ തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. എന്താണ് സുവിശേഷം? പഴയ നിയമത്തിലെ നിയമജ്ഞൻ പുതിയ നിയമത്തിൽ ഈശോയുടെ ശിഷ്യനായി മാറുന്നതാണ് സുവിശേഷം. നമ്മളിപ്പോഴും പഴയ നിയമ കാഴ്ചപ്പാടിൽ നിയമങ്ങൾ മുറുകെ പിടിച്ച്, ചില അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ച് അത് നല്ലത്, അത് മാത്രം ശരിയെന്ന് കരുതി പോകുമ്പോൾ കരുണയും സ്നേഹവും ഉള്ളത് തിരിച്ചറിയുകയും മോശമായതിനെ ഒഴിവാക്കാൻ നമ്മൾ പരിശ്രമം നടത്തുകയും നല്ല നിധിക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിന്റെ ശിഷ്യനായി മാറുന്നു. അതാണ് നിധി കണ്ടെത്തുന്നതും രത്നം നേടുന്നതും നല്ല മീൻ പിടിക്കലും. ഒരുപക്ഷെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ അൽഫോൻസാമ തന്നെയാണ്. അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടെത്തിയ നിധിയായിരുന്നു ഈശോ, അവൾ കണ്ടെത്തിയ രത്നമായിരുന്നു ഈശോ. അവൾക്ക് ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും വേർതിരിച്ച് അതിനെ ലോകത്തിലേക്ക് തന്നെ ഇട്ട് നല്ല മത്സ്യത്തെ, ഈശോയാകുന്ന ആ ഏറ്റവും വില കൂടിയ മത്സ്യത്തെ, രത്നത്തെ, നിധിയെ സ്വന്തം ആത്മാവിന്റെ പാത്രത്തിലേക്ക് ശേഖരിച്ച ഈ വലിയ വിശുദ്ധയാണ് ഈ തിരുവചനത്തിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാനമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വിശുദ്ധയുടെ മാതൃക സ്വീകരിച്ച് നമുക്കും ഈശോ എന്ന രത്നത്തെ കണ്ടെത്തി അതിനുവേണ്ടി മറ്റെല്ലാം വിൽക്കാനും ഉപേക്ഷിക്കാനും അതിനെ തേടാനുമുള്ള ഒരു നിരന്തര പരിശ്രമമായിട്ട് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം പോലെ നമ്മുടേത് മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ അനുഗ്രഹീത ദിവസത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരി വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിന്റെ മാതൃക മനസ്സിലാക്കി അനുകരിച്ച് ഞങ്ങളും ഈശോയാകുന്ന നിധിയെ, രത്നത്തെ, നല്ല മത്സ്യത്തെ അന്വേഷിക്കാനും കണ്ടെത്താനും അത് ആത്മാവിന്റെ പാത്രത്തിലേക്ക് ശേഖരിക്കുവാനും ബാക്കി എല്ലാറ്റിനെയും യാതൊരു മനഃശാഞ്ചല്യവും കൂടാതെ, വിഷമവും കൂടാതെ ലോകത്തിലേക്ക് ഉപേക്ഷിച്ച് ഈശോയാകുന്ന രത്നത്തെ മാത്രം നേടുവാനുമുള്ള വലിയ പരിശ്രമത്തിനും അധ്വാനത്തിനുമുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.